ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശയ്യാ പ്രവചനം 40-ാമത്തെ അധ്യായത്തിന്റെ 10-ാം തിരുലിഖിതം. ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു, സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ നന്ദി. സെഹിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സേവർ ഖാൻ വട്ടായിലച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശയ്യാ പ്രവചനത്തിൽ അതിന്റെ 40-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ തിരുലിഖിതത്തിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, ഇതാ നിങ്ങളുടെ ദൈവം. Praise the Lord. Praise the Lord. വചനം വീണ്ടും പഠിപ്പിക്കുകയാണ്, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ദൈവത്തിന്റെ ആഗമനത്തിന് വളരെ ശക്തിയുടേതായ ചില വെളിപ്പെടുത്തലുകളുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, കർത്താവ് എഴുന്നള്ളുമ്പോൾ മേഘങ്ങൾ വിറകൊള്ളുന്നു, ഇടിമിന്നലുകൾ ഉണ്ടാകുന്നു, ഭൂമി കുലുങ്ങി മറിയുന്ന ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവിൻ്റെ ഓരോ സംഭവങ്ങളിലും ചില പ്രത്യേകതകൾ പുതിയ മുതൽ കാണുന്നുണ്ട്. അതായത് ജോർദാൻ നദിക്കരയിൽ ആകാശം കീറി ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുന്നുണ്ട്. ആ രൂപാന്തരീകരണ സമയത്ത് വലിയ ഇടിമുഴക്കം പോലെയുള്ള സംഗതികളാണ് കാണുന്നത്. ദൈവത്തിൻ്റെ ശക്തിയുടെ വെളിപ്പെടുത്തലാണ് ദൈവത്തിൻ്റെ ഓരോ ആഗമനവും ഓരോ ഇടപെടലുകളും. അവർക്ക് പറയാം ഹല്ലേലൂയ. Hallelujah. വീണ്ടും അതിനെ പഠിപ്പിക്കുകയാണ്, നീ അശക്തമായിരിക്കുന്ന മേഖലയിൽ ദൈവം ശക്തിയോടെ വരും. എന്നിട്ട് കർത്താവ് വെളിപ്പെടുകയാണ്, അങ്ങനെ വരുമ്പോൾ നിനക്ക് കർത്താവ് ചില സമ്മാനം കൊണ്ടും തരും. അവർക്ക് പറയാം ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ശരിക്കുണ്ടല്ലോ ദൈവത്തോട് നമ്മുടെ ബലഹീനതയിൽ കിടന്ന്, നമ്മുടെ അശക്തിയിൽ കിടന്ന്, നമ്മൾ ഒന്നുമില്ലായ്മയിൽ കിടന്ന് ദൈവത്തോട് ചോദിക്കുക, അപ്പനോട് ചോദിക്കുക. അപ്പന്റെ കയ്യിലുള്ളതെല്ലാം നമ്മുടെ അവകാശമാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. ഒരു സാക്ഷ്യം കണ്ടാൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എൻ്റെ പേര് ജോസഫ്, തൃശ്ശൂർ രൂപതയിലെ മുക്കാട്ടുകര ഇടവക അംഗമാണ്. വീട്ടുപേര് ചിറയത്തുമഞ്ഞയിൽ. ഞാൻ ബാംഗ്ലൂർ 6 വർഷമായിട്ട് 3D അനിമേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. കുറേ നാളായിട്ട് ഒരു പുതിയ കമ്പനിയിലേക്ക് ജോലി ചേഞ്ച് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും ഭാര്യയുടെ പിതാവും കൂടിയിട്ട് ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3D ആനിമേറ്ററായിട്ട് എന്ന് പറഞ്ഞാൽ പുതിയ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാവരും എനിക്ക് വേണ്ടി കുറേയധികം പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ നമ്മുടെ ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസം ബിനോയച്ചൻ പറഞ്ഞതുപോലെ അന്നത്തെ ദിവസങ്ങളിലും അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് വളരെ ചെറുതായി ചോദിക്കരുത്, വളരെ വലുതായിട്ട് തന്നെ ചോദിക്കണം. അപ്പൊ നിങ്ങളൊരു വീട് പണിയാണെങ്കിൽ അതിന് 5 മുറി വേണം, അങ്ങനെയുള്ളൊരു ലെവലിൽ ചോദിക്കണം എന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞു. ഞാൻ ആദ്യ ദിവസം നേരത്തെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്ന നിസ്സാര ഒരു മിനിമം സ്റ്റാൻഡേർഡിന് മുകളിലോട്ടുള്ള കാര്യങ്ങളെ ചോദിക്കാൻ പാടുള്ളൂ. വീട് വേണം, നല്ല 5 മുറിയുള്ള വീട്, ജോലി വേണമെങ്കിൽ നല്ലൊരു ജോലി ശമ്പളമുള്ള, അങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ചേട്ടൻ ധ്യാനത്തിൽ വന്നല്ലേ? ചേട്ടൻ ആരാ വന്നിരിക്കുന്നത്? എന്റെ ഭാര്യയാണ് അത് മെയിനായിട്ട് പ്രാർത്ഥിച്ചത്. ഭാര്യയും കുടുംബക്കാരാണ് ധ്യാനം. ഈ ചേട്ടൻ ധ്യാനത്തിന് വന്നിട്ടില്ല. അപ്പൊ ഇവരിത് കേട്ടു. എന്നിട്ട് ഭാര്യ പ്രാർത്ഥിച്ചപ്പോ അവള് വലിയൊരു സാലറിയും വലിയൊരു ജോലിയൊക്കെ അവൾ എഴുതി വെച്ചു. ഇങ്ങനെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചു, പ്രാർത്ഥിക്കുകയും ചെയ്തു. എങ്ങനെ? അപ്പൊ ഇവിടുന്ന് ഇഷ്ടമുള്ള ദൈവത്തിന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഒരു സാലറി അങ്ങോട്ട് എഴുതി വെച്ച്, ഒരു സാലറി മനസ്സിൽ കണ്ട് ഒരു നല്ല ജോലി, ഒരു സാലറി എന്ന് പറഞ്ഞിട്ട് ഇത് തരണമെന്ന് കർത്താവിനോട് പറഞ്ഞത് നോട്ട്ബുക്കിൽ എഴുതി വെച്ച് അടച്ചങ്ങ് വെച്ച്. എന്നിട്ട് അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ആ നോട്ട്ബുക്ക് എടുത്ത് കാണിച്ചു തന്നു. ഞാൻ ഈ ഒരു സാലറിയാണ്, ഈ ഒരു ജോലി, ഇത്രയും വലിയൊരു ജോലിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് എന്നെ കാണിച്ചു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നോളെ നിനക്ക് വല്ല വട്ടുണ്ട് ഇത്രയും വലിയൊരു സാലറി ചോദിക്കാനായിട്ട്.
അപ്പൊ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് വലിയ സന്തോഷത്തോടെ ആ വിശ്വാസത്തിന്റെ പുത്രി ഭർത്താവിനോട് പറയാണ്, അതെ ചേട്ടാ, ചേട്ടന് വേണ്ടി ഇന്ന സാലറി ഉള്ള ഒരു ജോലിയാണ് ഞാൻ ചോദിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ച്. അപ്പൊ ചേട്ടാ വെച്ച് നിനക്ക് പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ജനുവരിയിൽ ഒരു 40 ദിവസം വിസിറ്റിങ്ങിലായിട്ട് ദുബായിൽ പോയി ജോലി അന്വേഷിച്ച്. ദൈവത്തിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് എനിക്ക് 12ാം ദിവസം തന്നെ എനിക്കൊരു ജോലി കിട്ടി. എനിക്ക് അത് കിട്ടിയ ഓഫർ ലെറ്ററിൽ എഴുതിയിട്ടുള്ള സാലറിയും എൻ്റെ വൈഫ് ചോദിച്ചിട്ടുള്ള സാലറിയും സെയിം. ജോലിയുടെ ഓഫർ ലെറ്റർ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുന്ന സാലറി അന്ന് ധ്യാനത്തിന്റെ നടുവിൽ ജീവിത പങ്കാളി നോട്ട്ബുക്കിൽ എഴുതി വെച്ച് ദൈവത്തിന് ചോദിച്ച അതേ സാലറി. ഇപ്പൊ ചേട്ടന് തോന്നിയില്ലേ കുറച്ച് കൂടുതൽ എഴുതാമായിരുന്നു? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. എന്നാ പിന്നെ കുഴപ്പമില്ല. അവർക്ക് ഹല്ലേലൂയ. അതാണ് നമ്മുടെ നിയോഗങ്ങൾ, ആഗ്രഹങ്ങൾ ദൈവത്തോട് ചോദിക്കുക. സ്വർഗത്തിന്റെ സമ്പത്ത് ദൈവം ചോദിക്കുന്നവർ കൈ തുറന്നങ്ങോട്ട് കൊടുക്കും. ഹല്ലേലൂയ. നമുക്ക് ജീവിത പങ്കാളി ധ്യാനം കൂടി ഭർത്താവിന് വേണ്ടി ചോദിച്ചു, ദൈവം അങ്ങനെ തന്നെ ഗ്രാൻഡ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കൈകളടിച്ച് പാട്ട് പാടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് വചനത്തിൽ വെളിപ്പെടുന്ന കാര്യമുണ്ട്. ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ? ഭൂമിയിൽ 2 പേര് യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും ഞാൻ സാധിച്ചു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്ന എല്ലാ പിതാവ് പുത്രനും മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിന്റെ സമ്പത്ത് ചോദിക്കുന്നവർക്ക് കൈ തുറന്ന് കൊടുക്കുന്നു. ഇതെല്ലാം ബൈബിളിൽ എഴുതപ്പെട്ട വചനങ്ങളാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങളെ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് പിതാവിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തുക. ഒരു കൊച്ച് അപ്പൻ്റെ അമ്മയുടെ നേരെ കൈ ഉയർത്തി അവനെ എടുക്കണം. അവനെ ആശ്രയിക്കുകയാണ്, ദൈവത്തെ ആശ്രയിക്കുകയാണ്. ഇപ്പോൾ കരങ്ങൾ ഉയർത്തി ഉറക്ക നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ സമ്മാനം അവിടുത്തെ കൈകളിലുണ്ട്. അവിടുന്ന് ശക്തിയോടെ എഴുന്നല്ലോ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല 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 ഹല. ഓ കർത്താവേ, അവിടുത്തെ പൊന്നോമന മക്കൾ ഇപ്പോൾ മനസ്സ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളുടെ മേലും ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തകർന്നു കിടക്കുന്ന കുടുംബങ്ങള്, തകർന്നു കിടക്കുന്ന ബിസിനസ്, തകർന്നു കിടക്കുന്ന ജോലി, തകർന്നു കിടക്കുന്ന ശരീരത്തിന്റെ ഓരോ അവസ്ഥകൾ, ശരീരത്തിന്റെ രോഗപീഠങ്ങൾ, തളർന്ന് കിടക്കുന്നവർ, മക്കളില്ലാത്ത ദമ്പതികൾ, ആത്മജീവിതം മുരടിച്ചു പോയവർ, പ്രാർത്ഥന ജീവിതം മുരടിച്ചു പോയവർ, ദൈവത്തെ കവിശസ് അനുഭവിക്കുന്നവർ, കർത്താവ് ആത്മാവിന്റെ ചങ്ങലകളുള്ളവർ, പലതരത്തിൽ ഓരോ ദാസിദാസന്മാരെ നിലവിളികളും പ്രാർത്ഥനകളും കേൾക്കണമേ. ഓരോരുത്തരുടെ ആവശ്യത്തിലേക്കും ഇപ്പോൾ വലിയ ശക്തി വ്യാപരിക്കണം. യേശുവിന്റെ നാമം വിളിക്കുന്നിടത്ത് യേശു എഴുന്നള്ളോ. വലിയ കൃപ നിറയട്ടെ. ആരാധന, ആരാധന, ആരാധന. കർത്താവായ ദൈവമേ, വചനശുശ്രൂഷ നടക്കുന്ന അന്ധകാര പീഡകൾ, ദുർഭൂതങ്ങൾ യേശു നാമത്തിൽ വിട്ടൊഴിയട്ടെന്ന് കൽപ്പിക്കുന്നു. അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ. കണ്ണിൽ പുനരുദ്ധ ജീവിതങ്ങളുടെ കാരണമേ. ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓരോ ദാസിദാസന്മാരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, വചനത്തിന്റെ ആത്മാവിനെ നിറയ്ക്കണമേ കർത്താവേ. വലിയ ദൈവകൃപയുടെ ആത്മാവിനെ നിറയ്ക്കണ കർത്താവേ. ഒരു മനസ്സിന്റെ ഐക്യം കൊണ്ട് അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വചനത്തിന്റെ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം ഇടത് മരം നിൽക്കുന്നവർക്ക് സന്തോഷത്തോടെ സ്തുതിയല്ല. നമുക്ക് സ്വസ്ഥമായിരിക്കാം. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ആരാണ് നിന്നെ വളർത്തിയത്?
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ആരാണ് നിന്നെ വളർത്തിയത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഉണ്ടാകാറുള്ള ഏത് ജീവിതാന്തസ്യപ്പെട്ട വ്യക്തികളാണെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംസാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസാണ്, ഞാൻ വളർത്തിയ കൊച്ച, ഞാൻ പഠിപ്പിച്ച കൊച്ച, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്ന് പയ്യനാ. അങ്ങനെ വളരെ അഭിമാനത്തോടെ പറയുന്ന ചില സെൻറ്റൻസുകൾ കേട്ടിട്ടുണ്ട്. അതേസമയം തന്നെ വേറെ ചില സെൻറ്റൻസുകളും കേട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഞാൻ പഠിപ്പിച്ച, ഞാൻ വളർത്തിയ കൊച്ചാ, പക്ഷെ ഇപ്പം എന്നെ ഒന്നും വേണ്ട, അവൻ വലിയ ആളായില്ലേ എന്ന് പറയുന്ന സംഗതിയും ഒരു വേദനയോടെ പറയുന്ന ചില സെൻറ്റൻസുകളും കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച ആളാ, ഞാൻ വളർത്തിയ ആളാ, പക്ഷെ ഇപ്പോൾ വലിയ ആളായി, ഇപ്പം എന്നെ ഒന്നും വേണ്ട, അങ്ങ് പോട്ടെ, കാണാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും ദൈവവചനത്തിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിയമാവർത്തന പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൻ്റെ 17-ഉം 18-ഉം തിരുലിഖിതങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെയാണ്, എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം. എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്ന് നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടുന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ശക്തിയും എൻ്റെ കരവുബലവുമാണ് എനിക്ക് സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് നീ അവകാശപ്പെടരുത്. അതുപോലെ തന്നെ ഞാനാണ് ഒരു വ്യക്തിയെ വളർത്തിയതെന്ന് നീ ക്ലെയിം ചെയ്യരുത്. മറിച്ച് ഇവിടെ നീ അനുസ്മരിക്കേണ്ടത് നിന്റെ ദൈവമായ കർത്താവിനെ അനുസ്മരിക്കണം. വചനം പഠിപ്പിക്കുകയാണ്, എന്തെന്നാൽ ഈ സമ്പത്ത് നേടിത്തന്നതും ഇതെല്ലാം ചെയ്തു തന്നതും ദൈവമായ കർത്താവാണ്. ഇത് ചെയ്യാൻ നിനക്ക് ശക്തി നൽകിയത് ഞാനാണെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനഭാഗത്തിൻ്റെ മറ്റൊരു വ്യാഖ്യാനമുള്ളൊരു വചനഭാഗം വായിച്ചപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അത് നമ്മൾ വായിക്കേണ്ടത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുലിഖിതം. അവിടെ വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ആ വചനഭാഗം മനസ്സിലാക്കണമെങ്കിൽ അതിന് മുമ്പിൽ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ മനസ്സിലാക്കിയാലേ നമുക്കത് ഗ്രഹിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അബ്രാഹാം ഒരു യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിൽ വിജയിച്ച് മടങ്ങി വരികയാണ്. അങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് അവിടെ സോദോം രാജാവുണ്ട്, സാലേം രാജാവുണ്ട്. അവൻ അബ്രാമിനെ എതിരേൽക്കാൻ വേണ്ടി ചെല്ലുന്ന രംഗമുണ്ട്. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് സാലേം രാജാവായ മെൽക്കിസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിന് പുരോഹിതനായിരുന്നവൻ. അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു. ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചെന്ന് അത്യുന്നതനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അങ്ങനെ എല്ലാം മെൽക്കിസേദെക്ക് അനുഗ്രഹിക്കുകയാണ്. ഉടനെ സോദോം രാജാവ് അബ്രാഹാമിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ ആളുകളെ എനിക്ക് വിട്ടുതരിക, സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക. സോദോം രാജാവ് പറയാണ്, ആളുകളെ എല്ലാം ഞാൻ എടുക്കാം, സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക. ഉടനെ അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ മുൻപിൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിന് മുൻപിൽ ശപഥം ചെയ്യുന്നു എന്നിട്ട് പറയുന്ന വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ട 23-ാമത്തെ വാക്യം. അതിന് പഠിപ്പിക്കുകയാണ്, നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല, കാരണം ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സോദോം രാജാവിന്റെ നിർദ്ദേശപ്രകാരം ആ ചെരുപ്പിന്റെ വാറോ അല്ലെന്നുണ്ടെങ്കിൽ ആ ചരടോ അബ്രാം എടുത്ത എന്താ സംഭവിക്കുന്ന അറിയോ? കുറച്ച് കാലഘട്ടം കഴിയുമ്പോ അദ്ദേഹം പറയും, അതേ അന്നാ ഞാൻ ആ ചെരുപ്പിന്റെ വാറ് തന്നത് കൊണ്ട് ഇവിടെ പണയം വെച്ചിട്ടല്ലേ നീ ഇപ്പൊ ഈ നിലയിലായത്. അതിന്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ട സഹോദരൻ? കാരണം അബ്രാമിനെ സമ്പന്നനാക്കുന്ന ദൈവമാണ്. അബ്രാമിനെ സമ്പന്നനാക്കുന്ന സോദോം രാജാവല്ല.
അബ്രാഹത്തെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവപൈതലേ, നിന്നെ വളർത്തുന്നത് ദൈവമാണ്, നിനക്ക് സമ്പത്ത് തരുന്ന ദൈവമാണ്, നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. ഒരു മനുഷ്യനും നിന്നെ വളർത്താനോ നിന്നെ തളർത്താനോ കഴിയുകയില്ല എന്ന് നീ തിരിച്ചറിയണം. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, നീ നിന്റെ ദൈവമായ കർത്താവിനെ സ്മരിക്കണം എന്നുള്ള വചനത്തിന്റെ ഉൾപ്പെടെയുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എത്രയോ മനോഹരമായ വചനമാകമാണിത്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വളർത്തിയ വലുതാക്കിയ കൊച്ചെന്ന്, ഞാൻ വളർത്തിയ വലുതാക്കിയ ആളെന്ന് നിന്നെ കുറിച്ച് ഈ ലോകത്തിൽ ഒരാൾക്ക് പോലും അവകാശപ്പെടുത്താൻ ഇടവരാത്ത വിധം നിന്നെ വളർത്തുന്ന ദൈവമാണ്. ഈ അവകാശം നീ ദൈവത്തിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കായുടെ 17-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ പ്രവർത്തനങ്ങൾ വഴി, നമ്മുടെ അന്തരീക്ഷം ഒരുക്കി കൊടുത്തത് വഴി, നമ്മൾ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് വഴി, നമ്മളെ പ്രോത്സാഹനങ്ങൾ വഴി ഒരു വ്യക്തിയിൽ ഒരു കൃപയിലേക്ക് ഉയർന്നാൽ, ആ വ്യക്തി ഒരു നല്ല നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട മകനെ മകളെ, നീ ചെയ്യേണ്ട കാര്യം എങ്ങനെയാണ്? നീ വളർത്തിയെന്നോ നീ വലുതാക്കിയെന്നോ പറയാൻ നിൽക്കരുത്. ഞങ്ങൾ പ്രയോജനരഹിതരായ ദാസന്മാരാണ്, ഞങ്ങൾ കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് മാത്രം പറയുവിൻ എന്നാണ് ദൈവവചനം നമ്മളെ അനുശാസിക്കുന്നത്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുവനെ വളർത്തുന്നതും വലുതാക്കുന്നതും ഉയർത്തുന്നതും ദൈവമാണെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കേണ്ടത് സങ്കീർത്തന പുസ്തകത്തിലാണ്. സങ്കീർത്തന മനസ്സിൽ ചിന്ത കിടക്കുന്നുണ്ട്. 18-ാം സങ്കീർത്തനത്തിൽ 35-ാം തിരുലിഖിതം, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ വചനം നല്ല വചനമാണ്. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ആ വചനം നമുക്ക് ഉറക്കെ പറയാം. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ വളർത്തുന്നതും വലുതാക്കുന്നതും ഉയർത്തുന്നതും എല്ലാം ദൈവത്തിന്റെ വാത്സല്യമാണ്, ദൈവത്തിന്റെ വാത്സല്യമാണ്. അത് നമ്മൾ ഏറ്റു പറയണം, അത് നമ്മൾ പ്രഖ്യാപിക്കണം. അത് മാത്രമല്ല, നിനക്ക് പ്രശസ്തി തരുന്നതും നിന്നെ നല്ല നിലയിലാക്കുന്നതും എല്ലാം ദൈവം തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ബൈബിളിൽ നല്ല ഉൾക്കാഴ്ച കിട്ടിയ ബൈബിൾ എല്ലാവർക്കും ഈ ബോധമുണ്ട്, ഈ ഒരു ജ്ഞാനമുണ്ട്. അത് നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നത് ദാവീദിൽ ഈ ജ്ഞാനം വളരെ പ്രകടമാണ്. 1 ദിനവൃത്താന്തം 17-19 ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവേ, ഈ ദാസന് വേണ്ടി വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസാ ചെയ്തിരിക്കുന്നു, അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവേ, അങ്ങയെപ്പോലെ മറ്റൊരു ദൈവത്തെ പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല, അങ്ങല്ലാതെ വേറെ ദൈവമില്ല. ദാവീദ് പറയാണ്, ദൈവമേ, ഈ ദാസന് വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അങ്ങാണ് ചെയ്തു തന്നിരിക്കുന്നത്. ചെയ്തു തന്നുവെന്ന് മാത്രമല്ല, ആ കാര്യങ്ങൾ അവിടുന്ന് ചെയ്തു തന്നിട്ട് ഞങ്ങളുടെ പേരിൽ അത് പബ്ലിഷ് ചെയ്തു. അതാണ് ദാവീദ് പറയണത്. കർത്താവേ, ഇതെല്ലാം അങ്ങ് ചെയ്തിട്ട് അവ പ്രസിദ്ധമാക്കി, എന്നിട്ടോ ഞങ്ങളുടെ പേര്, ഞങ്ങളുടെ പ്രശസ്തി അങ്ങ് വർദ്ധിപ്പിച്ചു. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്നിട്ട് അതിന് 16-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട ദൈവപൈതലേ, നീ ഇന്ന് നല്ല നിലയിൽ നല്ല നിലവാരത്തിൽ ജീവിക്കുന്ന ദൈവപൈതലാണെങ്കിൽ നീ ചിന്തിക്കണം, നീ ഇന്ന് ഈ നിലയിലെത്താൻ നീ എന്താ ഉണ്ടായിരുന്നേ? നീ? ദൈവമാണ് നമ്മളെ നിലയിലെത്തിച്ചത്, ദൈവമാണ് നമ്മളെ ഉയർത്തിയത്. അതുകൊണ്ട് അത് നമ്മൾ കർത്താവിന്റെ സ്ഥാനത്ത് ഏറ്റു പറയണം എന്നുള്ള ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ വളർത്തുന്നവരെ കുറിച്ചുള്ള ചില കാര്യങ്ങളുണ്ട്. പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പൗലോസ് നട്ടു, അപ്പോളോസ് നനച്ചു, ദൈവമാണ് വളർത്തിയത്. നീ ചെയ്ത കാര്യം എന്താ? നീ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ ഒന്ന് കുഴിച്ചു വെച്ച്. പക്ഷെ വളർത്തിയത് നീയല്ല, ഉയർത്തിയത് നീയല്ല. ഉയർത്തുന്ന ദൈവമാണ്. പൗലോസ് നട്ടു, അപ്പോളോസ് നനച്ചു, ദൈവമാണ് വളർത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നെ വളർത്തിയ എൻ്റെ അപ്പനാണ്, എന്നെ വളർത്തിയ എൻ്റെ ദൈവമാണ്, എന്നെ ഉയർത്തിയ ദൈവമായ കർത്താവാണ്. ഇതിലൊരു അഭിമാനം കൊള്ളണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവപൈതലേ, കാര്യം നിന്റെ കൂടെ ചേർന്ന വ്യക്തിയായിരിക്കും, കാര്യം നീ ഒരുപാട് സഹായിച്ച വ്യക്തിയായിരിക്കും, കാര്യം നീ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച വ്യക്തിയായിരിക്കും. പക്ഷേ അവന്റെ മേൽ നീ ഒരു ക്ലെയിം അവകാശപ്പെട്ടിരുന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെതായ ചില പ്രത്യാഘാതങ്ങളുണ്ട്.
റോമാലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 21-ാം തിരുലിഖിതം, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും എന്ന് പറഞ്ഞാൽ ദൈവമാണ് ഇതെല്ലാം ചെയ്തു കൊടുത്തത് എന്ന് അവർക്ക് അറിയാമായിരുന്നെങ്കിലും അവർ ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് അവരുടെ ഹൃദയം യുക്തി വിചാരങ്ങൾ ഇരുണ്ടു പോവുകയും കഠിനമായ ജഡിക പാപങ്ങൾ പോയി നിബന്ധിക്കുകയും ചെയ്യുമെന്ന് ബാക്കി കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആരെയും വളർത്തിയെന്നോ ഒരു ക്ലെയിം അവകാശപ്പെടാൻ പാടില്ല. അത് ദൈവവചനത്തിന്റെ ലംഘനമാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നമ്മൾ സന്യാസം നമ്മുടെ ജീവിതത്തിന്റെ അനുദിന വ്യാപാരങ്ങൾ നമ്മൾ പറയുന്ന ഒരു സന്യാസം ഉണ്ട്. എന്നറിയോ? അതെ, ഞാൻ ഇല്ലായിരുന്ന കാണായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാനാണ് മകത്ത് കിടക്കുന്നത്, ഞാൻ വളർത്തിയെന്നാണ് പറയണത്. ചില വേറൊരു സന്യാസം നമ്മൾ പറയാറുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അത് എൻ്റെ പൊന്ന സഹോദരൻ ഇല്ലായിരുന്നെങ്കിൽ, സഹോദരൻ ഉണ്ടായതുകൊണ്ടാ ഇങ്ങനെ ഉണ്ടായത്, അല്ല ദൈവം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. ഞാൻ വളർത്തി എൻ്റെ കൂടെ നിന്ന കൊച്ചാണ്, അവൻ വലിയ ആളായി എന്ന് പറഞ്ഞ അവനെ ഞാൻ വളർത്തി എന്ന് പറഞ്ഞ് നീ അവകാശപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വളർത്തപ്പെട്ട വ്യക്തി അതിന് നന്ദി കാണിക്കണം, അതെല്ലാം ചെയ്യണം. എന്നാൽ വളർത്തുന്നത് ദൈവമാണെന്നുള്ള കാര്യം മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 1:12 ശ്ലീഹ വീണ്ടും പഠിപ്പിക്കുന്നത്. ഞാൻ പൗലോസിൻ്റെതാണ്, ഞാൻ അപ്പോൾസിൻ്റെതാണ്, ഞാൻ കേപ്പായുടേതാണ് എന്ന് ആരും പറയരുത്. മറിച്ച് നീ ക്രിസ്തുവിൻ്റെതാണെന്നാണ് പറയേണ്ടത്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ വളർത്തുന്നത് നമ്മുടെ ദൈവമാണ്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. മറ്റുള്ളവരെ വളർത്തുന്നവരുടെ മനസ്സിൽ ചിന്ത വേണം. ഞാനല്ല വളർത്തുന്നത്, ഞാനൊരു ഉപകരണം, പ്രയോജനം ദാസൻ. വളർത്തുന്നതും ഉയർത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കാം. ദൈവമേ, നിലത്ത് വീണ് തകർന്നു പോകാവുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ടായിരുന്നു കർത്താവേ. ചെതറിത്തെളിക്കുന്ന പളുങ്ക് പാത്രം പോലെയാകുമായിരുന്നു. എന്നാൽ അവിടെ ഞങ്ങളെല്ലാം താങ്ങി ഞങ്ങളെ വളർത്തി വലുതാക്കി കർത്താവേ. ഞങ്ങളെ പേര് പോലും അങ്ങ് വലുതാക്കി കർത്താവേ. നന്ദി പറയുകയാണ്. കരങ്ങൾ ഉയർത്തി വളർത്തിയ ദൈവത്തെ സ്മരിച്ചുകൊണ്ട്, കർത്താവെ വളർത്താൻ ഉപയോഗിച്ച വ്യക്തികളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, എന്നാൽ എല്ലാ മഹത്വം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഇതുവരെ അങ്ങ് താങ്ങി നടത്തിയ എല്ലാ വഴികളും ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മറ്റ് പല മേഖലകളും മഹത്വപ്പെടുത്തി ഓരോ സന്ദർഭങ്ങളിലും മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ വളർത്തിയെന്ന് വലുതാക്കിയെന്ന് അവകാശപ്പെടുന്ന ക്ലെയിമുകളെ ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അതിനെ പാലിച്ച് പോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളർത്തുന്നതും ഉയർത്തുന്നതും ദൈവമാണ്. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus. കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നന്ദിയോടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഈ മരുഭൂമികളിലൂടെ ഇന്നാൾ വരെ കർത്താവ് നയിച്ച ഓരോ വഴികളും നിങ്ങൾ ഓർക്കണം. പ്രിയപ്പെട്ട ദൈവ പൈതലേ, എത്രയോ മേഖല കർത്താവ് നമ്മളെ വളർത്തി, കർത്താവ് നമ്മളെ വലുതാക്കി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. എന്നാൽ നിയമാവർത്തന പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ വചനം വെളിപ്പെടുത്തുന്നത് പോലെ എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ അവർ തികഞ്ഞ ആഹ്ലാദത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്തില്ല. അനുഗ്രഹത്തിൽ മതിമറന്ന് വളർത്തിയ ദൈവത്തെ മറന്നുപോയ ഓരോ സംഭവങ്ങൾ ഓർത്ത് അനുദപിച്ച് ദൈവത്തിന് മുഴുവൻ മഹത്വം കൊടുത്തുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു വ്യക്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ആ വ്യക്തിയുടെ മേൽ പ്രകാശിക്കും. ദൈവത്തിൻ്റെ മഹത്വം പ്രകാശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് മേഖലകളിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും.
നമ്മുടെ കടബാധ്യതകളുടെ മേൽ, നമ്മുടെ രോഗങ്ങളുടെ മേൽ, നമ്മുടെ പാപ സ്വഭാവങ്ങളുടെ മേൽ, പ്രാർത്ഥനാ തടസ്സങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മുഖം പ്രകാശിക്കുമ്പോൾ നമ്മൾ പ്രകാശിതരായിത്തീരും. 2 കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി ഇന്നേ അവരെ നടത്തിയ വഴികളെല്ലാം ഓർത്ത് മഹത്വം കർത്താവിന് കൊടുത്തുകൊണ്ട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മറ്റൊരു വളർത്തി വലുതാക്കാൻ നമ്മളെ കർത്താവ് അനുവദിച്ചതിനെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞ കരങ്ങൾ ഉയർത്തി ഉറക്ക സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി പറയുന്നു. ഓ കർത്താവായ ദൈവമേ, അവിടുത്തെ വലിയ മഹത്വം ഇപ്പോൾ ഓരോ ദാസന്മാരെ പ്രകാശിക്കട്ടെ, ഓരോ കുടുംബങ്ങളെ പ്രകാശിക്കട്ടെ, ഓരോ വ്യക്തി ജീവിതങ്ങളെ പ്രകാശിക്കട്ടെ. നാളുകളായി തകർന്നു കിടക്കുന്ന കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ മകന്റെ പ്രകാശിക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, അന്ധകാരങ്ങൾ നീങ്ങട്ടെ, തടസ്സങ്ങൾ നീങ്ങട്ടെ, മക്കളില്ലാത്ത കുടുംബങ്ങളെ മക്കൾ ജനിക്കട്ടെ, രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ, പൈശാചികൾ വിട്ടുവയ്ക്കട്ടെ, ചെടിക ഭാവങ്ങൾ കെട്ടുകൾ അഴിയട്ടെ. ദൈവത്തെ മകത്തപ്പെടുന്ന കുടുംബങ്ങളും വംശങ്ങളും ഇപ്പോൾ യേശുവിന്റെ അത്ഭുത ശക്തിയാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Hallelujah, Maranatha. Come, Lord Jesus.